Next question, slope deflection. Analyze the continuous beam ABCD shown in figure by slope deflection method. The support B sink by 15 mm. Take E 200 into 10 raised to 5 kilonewton per meter square and I 120 into 10 raised to minus 6 m raised to 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലൊരു ഓവർഹാങ്ങിങ് വരുന്നു, അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സിങ്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സപ്പോർട്ട് താന്നു പോകുന്നതായുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സപ്പോർട്ട് ബി സിങ്ക്. അപ്പോൾ ഇവിടെ ബി സപ്പോർട്ടാണ് സിങ്ക് ചെയ്യുന്നത് പറഞ്ഞാൽ താന്നു പോകുന്നുണ്ട്, ആ വെയിറ്റ് കൊണ്ട് താന്നു പോകുന്നുണ്ട്. അത് സിങ്ക് ചെയ്യുന്നത് 15 mm, ഒരു mm ഡിസ്റ്റൻസ് താഴോട്ട് പോകുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫിഗർ ഇങ്ങനെയാണ് തന്നേക്കുന്നത്. എക്സാമിന് ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫിഗേഴ്സ് തരത്തില്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ തരൂ. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ഇപ്പോൾ എ സപ്പോർട്ട് ഫിക്സഡ് ആണ്, ബിയും സിയും ഹിഞ്ച്ഡ് ആണ്, പിന്നെ സി എന്നൊരു ഓവർ ഹാങ്ങിങ് ബീമും കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് സി ഡി പോർഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബി മാത്രമാണ് ഇവിടെ സിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് എൻ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ ഫിക്സഡ് എൻ മൊമെൻ്റ് ആണ്, FMAB എന്നാണ്, FMAB ആണ്, ഫിക്സഡ് എൻ മൊമെൻ്റ് ആണ്. അപ്പോൾ AB സ്പാനിൽ തന്നെ എ സപ്പോർട്ടിൽ ഫിക്സഡ് എന്ന് പറയുന്നത് -WAB² എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മൈനസും പ്ലസും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ AB ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ AB ലോഡ് ആക്ട് ചെയ്യുന്നത് ഒരു എക്സെൻട്രിക് കേസിലാണ്, AB സ്പാൻ ഡിഫറൻസിലാണ്. ഇവിടെ സ്പാൻ എത്രയാണ്, പോയിൻ്റ് ലോഡ് 100 kN ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, 100 kN അല്ലേ. ഇവിടെ ഒരു UDL ആണ്, BC, പിന്നെ ഒരു സ്പാൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ AB ഡിസ്റ്റൻസ് മാറിയാണ് 100 kN ആക്ട് ചെയ്തത്. അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെൻറ്റ് ഫിക്സ് എൻ സപ്പോർട്ട് അല്ലെങ്കിൽ എൻഡ് മൊമെൻറ്റ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് MAB എന്ന് പറയുന്നത് -WAB² എന്ന് പറയുന്നത്. ഓക്കെ, AB²/L². MBA എന്ന് പറയുമ്പം തിരിച്ചിങ്ങോട്ടാണ്, ബിയിൽ നിന്ന് എയിലോട്ട് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം WA²B/L² എന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൻ്റെ ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിച്ചു. MBC എന്ന് പറയുന്നത് UDL ആണ്, അതുകൊണ്ട് WL²/12 ആണ്. ഫിക്സഡ് എൻ മൊമെൻറ്റ് ഓഫ് UDL എന്ന് പറയുന്നത് WL²/12 ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതും സെയിം, ബിയിൽ നിന്ന് സിയിലോട്ട് ആൻറ്റി ക്ലോക്ക് വൈസും സിയിൽ നിന്ന് ബിയിലോട്ട് മൊമെൻറ്റ് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും സെയിം 41.67 ആണ് ആൻസർ. നെഗറ്റീവും പോസിറ്റീവും സൈൻ വരുമെന്നേ ഉള്ളൂ. പിന്നെ MCD എന്ന് പറയാൻ കാരണം ഈ സിയിലൊരു സപ്പോർട്ടുണ്ടല്ലേ, സി ഒരു സപ്പോർട്ടാണ്, പക്ഷേ അവിടെ സി കഴിഞ്ഞ് ഒരു ഒരു ഓവർ ഹാങ്ങിങ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു 1.5 മീറ്റർ മാറി ഒരു 20 kN ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് സി സപ്പോർട്ടിൽ വരുന്ന മൊമെൻ്റ് അല്ലെങ്കിൽ ആ എൻഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് -30 kN. ഇനിയുള്ള കേസ് എന്ന് പറയുന്നത്, ഇനി ഇതിൻ്റെ അകത്തുള്ള അൺനോൺസ് എന്ന് പറയുന്നത് θBയും θCയും ആണ്. കാരണം ബിയും സിയും ആണ് ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇടയ്ക്ക് വരുന്ന സപ്പോർട്ട്സ്, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ബിയും സിയും ആണ്. അവിടെയാണ് സ്ലോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് കാണത്തില്ല. എന്ന് പറഞ്ഞാൽ θA 0 ആണ്, ദാറ്റ് ഈസ് θA 0 ആയിരിക്കും. പക്ഷേ θBയും θCയും ≠0, കാരണം അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സിങ്കിങ് എഫക്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിങ്കിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ബി സപ്പോർട്ടാണ് സിങ്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കണ്ടീഷൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു സപ്പോർട്ട്
ലെഫ്റ്റ് സപ്പോർട്ട് ഹയർ പൊസിഷനിലും റൈറ്റ് സപ്പോർട്ട് താന്നും പോവുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇപ്പം എ ബി നോക്കുകയാണെങ്കിൽ എ സപ്പോർട്ട് ലെഫ്റ്റും ബി റൈറ്റുമാണ്. അപ്പോൾ റൈറ്റ് സപ്പോർട്ടാണ് ഇവിടെ താന്നു പോയിരിക്കുന്നത്, സിങ്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ അതിൻ്റെ ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ സിങ്കിങ് വാല്യൂ പോസിറ്റീവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെൽറ്റ വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ +15 mm ആയിരിക്കും. ഇനി തിരിച്ച് ബി സി പാർട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സിങ്കിങ് വരുന്നത്? ഇങ്ങനെ ആയിരിക്കും സിങ്കിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ സി സപ്പോർട്ട് അവിടുത്തെ റൈറ്റ് ആയിരിക്കും, റൈറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ബിയുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സിയും ബിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എയുമാണ്. അപ്പോൾ എ ബി എടുക്കുമ്പം എ ലെഫ്റ്റും ബി സപ്പോർട്ട് റൈറ്റുമാണ്. അപ്പോൾ റൈറ്റ് സപ്പോർട്ടാണ് താഴോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, ലെഫ്റ്റ് സപ്പോർട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ നെഗറ്റീവും. ഇപ്പോൾ ബി സി സ്പാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബി സി ലെഫ്റ്റ് സപ്പോർട്ടാണ്, അതവിടെ നെഗറ്റീവ് വാല്യൂ. സി റൈറ്റ് സപ്പോർട്ടാണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ -ഡെൽറ്റ ആയിരിക്കും, ഇവിടെ +ഡെൽറ്റ ആയിരിക്കും. ഓക്കെ.